Hello, I am Dr. Dinesh Jayaram, Consultant Dermatologist at DermaVue Trivandrum. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സൺസ്ക്രീൻസ് എന്ന മരുന്നിനെ കുറിച്ചാണ്. എന്താണ് സൺസ്ക്രീൻ? അപ്പം ദിസ് ഇസ് എ ടൈപ്പ് ഓഫ് മെഡിക്കേഷൻ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന ഒരു ക്രീമാണ്. ബേസിക്കലി നമ്മൾ സൺലൈറ്റ് തട്ടുമ്പം നമ്മുടെ ഫേസിൽ വരുന്ന ഡാർക്കനിങ് പ്രോസസ്സിനെ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രൈമറിലി ഈ മരുന്ന് കൊടുക്കുന്നത്. സൺസ്ക്രീൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? ചില ആൾക്കാർ വന്നിട്ട് പറയും, ഞാൻ രാവിലെ തേക്കുന്നുണ്ട്, എന്നിട്ടാണെങ്കിൽ സൺസ്ക്രീൻ കൊണ്ടുവന്ന് എനിക്ക് വലിയ ബെനിഫിറ്റ് തോന്നുന്നില്ല. ആ കോൺസെപ്റ്റിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ദ പ്രോബ്ലം ഇസ്, നമ്മളുടെ ഇവിടുത്തെ ക്ലൈമറ്റിൽ സൺസ്ക്രീൻ്റെ എഫക്റ്റ് നമ്മൾ മുഖത്ത് തേച്ച് കഴിയുമ്പം ഒരു 2 to 3 hours കഴിയുമ്പം അതിൻ്റെ എഫക്റ്റ് പതുക്കെ കുറഞ്ഞു വരും. അതുകൊണ്ട് രാവിലെ ഒരു നേരം മാത്രം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നുണ്ട് ചിലപ്പം നട്ടുച്ചയ്ക്ക് ആ നല്ല വെയിലുള്ള സമയത്ത് നമുക്ക് വലിയ ബെനിഫിറ്റ് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ എവറി 2 to 3 hours സൺസ്ക്രീൻ ഐഡിയലി നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യണം. എന്നാലേ നമുക്ക് സൺസ്ക്രീൻ കൊണ്ടുള്ള ബെനിഫിറ്റ് കാണാൻ പറ്റത്തുള്ളൂ. സെക്കൻഡ് തിങ്, ജസ്റ്റ് ലൈക്ക് ടാബ്ലറ്റ്സ് ഹാവ് ഡോസസ്, സൺസ്ക്രീൻ തേക്കുമ്പം അതിനും ഒരു ഡോസ് ഉണ്ട്. അപ്പോൾ ഒരു ജനറൽ ഗൈഡ് ലൈൻ എന്ന് പറയുന്നത്, നമ്മളുടെ ഫിംഗർ എടുക്കുമ്പം അതിൻ്റെ ടിപ്പ്, ഇറ്റ്സ് കോൾഡ് എൻ FTU ഓർ എ ഫിംഗർ ടിപ്പ് യൂണിറ്റ് എന്ന് വെച്ചാൽ നമ്മളുടെ ഫിംഗറിൻ്റെ ഈ ലൈൻ മുതൽ ടിപ്പ് വരെ ഇത്രയും സൺസ്ക്രീൻ എടുത്താലേ നമ്മളുടെ ഫേസിൻ്റെ ഈ ഒരു ഏരിയയ്ക്ക് തികയുള്ളൂ. സോ പ്രിഫറബിളി സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പം ആ ഡോസിൽ യൂസ് ചെയ്താലേ ആ സൺസ്ക്രീൻ വർക്ക് ചെയ്യത്തുള്ളൂ. തേർഡ് ക്വസ്റ്റ്യൻ, ഏത് സൺസ്ക്രീനാണ് നമ്മുടെ ഫേസിന് സൂട്ട് ചെയ്യുന്നത്? സൺസ്ക്രീൻസ് പല തരങ്ങളുണ്ട്. ദർ ആർ മെഡിക്കേറ്റഡ് സൺസ്ക്രീൻസ്, പിന്നെ കമേഴ്ഷ്യലി അവൈലബിൾ സൺസ്ക്രീൻസ്, ജെൽ ബേസ്ഡ് ഉണ്ട്, ക്രീം ബേസ്ഡ് ഉണ്ട്, ലോഷൻ ബേസ്ഡ് ഉണ്ട്, ഒരുപാട് ടൈപ്പ് ഉണ്ട്. അത് ഓരോരുത്തർക്ക് അവരവരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് നമുക്ക് സൺസ്ക്രീൻ ഏതാണ് നല്ലതെന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പ്രിഫറബിളി നമ്മൾ തന്നെ ഒരു ബ്രാൻഡ് വാങ്ങിച്ച് സ്വയം ട്രൈ ചെയ്യുന്നതിനെക്കാട്ടി നല്ല ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട്, സ്കിന്നിൽ വേറെ ലീഷൻസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് നമ്മളൊരു സൺസ്ക്രീൻ ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സൺസ്ക്രീനിൽ ചിലപ്പോൾ ട്രയൽ ആൻഡ് എറർ കാണും. നമ്മൾ ഒരു സൺസ്ക്രീൻ ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഫേസിന് സൂട്ട് ചെയ്യത്തില്ല. അപ്പം അത് നമ്മൾ ഡോക്ടറിനോട് ഡിസ്കസ് ചെയ്തിട്ട് അതനുസരിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ വേറൊരു സൺസ്ക്രീൻ ട്രൈ ചെയ്യേണ്ടി വരും. എന്നിട്ട് നമുക്ക് സൂട്ടബിളായിട്ടൊരു സൺസ്ക്രീൻ കണ്ടുപിടിച്ചിട്ട് അത് നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യണം. എന്നാലേ നമുക്കൊരു സൺസ്ക്രീൻ്റെ ബെനിഫിറ്റ് കാണാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് ഒരു സൺസ്ക്രീൻ ആസ് ഏർലി ആസ് പോസിബിൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. താങ്ക് യു.